دمع من يهواه يقصد من غرام في محمد صل يا ربي وسلم ദസൂഖ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നാം എത്തിയിരിക്കുകയാണ്. അൽഹംദുലില്ലാ, ദസൂഖ് മോമിനീങ്ങളുടെ മനസ്സിൽ ഏറ്റവും തെളിഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. അഖ്താബുൽ അർബഅത്തിൽ നിന്ന് പ്രധാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹുവിന്റെ പേരിലാണ് ആ മഹത്തായ സ്ഥലം അറിയപ്പെടുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മഹത്തായ ദസൂഖി ഇമാമിന്റെ ഇബ്രാഹിമുൽ ഖുറശി ദസൂഖി റളിയല്ലാഹു അൻഹുവിന്റെ പേരിലുള്ള മഹത്തായ പള്ളി വളരെ ദൂരെ നിന്ന് തന്നെ മോമിനീങ്ങളുടെ മനസ്സിനെ ആകർഷിക്കുന്ന രീതിയിൽ, ഹഠാത് ആകർഷിക്കുന്ന രീതിയിൽ അത് നമ്മെ മാടി വിളിക്കുകയാണ്. അതിവിശാലമായ മസ്ജിദിനുള്ളിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹു വിശ്രമിക്കുകയാണ്. ആ പള്ളിയുടെ ചുറ്റുഭാഗവും, ആ പള്ളിയുടെ മഹത്തായ മിനാരവും, ആ പള്ളിയുടെ സാഹചര്യങ്ങളുമെല്ലാം നമ്മെ വല്ലാതെ ആ മഹാസവിധത്തിലേക്ക് ആകർഷിക്കുകയാണ്. അഖ്താബുൽ അർബഅത്തിൽപ്പെട്ട മഹാനവറുകൾ അവിടുത്തെ ആ പരിശുദ്ധമായ പള്ളിക്കകത്തേക്ക് നാം കയറിയാൽ അവിടുത്തെ മക്കാമിലേക്ക് നാം എത്തുന്നതാണ്. പള്ളിക്ക് മുന്നിൽ തന്നെ വിശാലമായ പൂന്തോട്ടങ്ങളും മറ്റുമായി അലങ്കരിക്കപ്പെട്ട ആ മഹത്തായ സ്ഥലത്തു നിന്ന് മക്കാമിലേക്ക് നാം എത്തുകയാണ്. ആ മക്കാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇന്നഹു ദാറുൻ വദയ്യാറുർ റിദാ ഇന്നഹു വല്ലാഹി ഹിലാലുൽ ഉഖദി വലാ തൻതഹി ദുനിയാ വലാ അയ്യാമുഹാ ഹത്താ തഉമ്മൽ മശ്രിഖൈനി തരീഖതി. ദുനിയാവിന്റെ ദിവസങ്ങളും എന്റെ തരീഖത്ത് മശ്രിഖ് മഗ്രിബിനിടയിൽ പരിപൂർണമായി വ്യാപിക്കുന്നത് വരെ ഉണ്ടാവുകയില്ല. ദുനിയാവിന്റെ ദിവസങ്ങളും അവസാനിക്കുകയില്ലെന്ന് വ്യക്തമായി പറഞ്ഞ മഹാനരായ സയ്യിദ് ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വിശാലമായ പള്ളിയാണ്. ഔഖാഫിന്റെ നിയന്ത്രണത്തിലുള്ള മഹത്തായ പള്ളിയുടെ നിർമ്മാണം വർഷങ്ങളോളമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും മെയിൻ്റനൻസ് വർക്കുകളുമായി പഴയ പ്രൗഢിയിൽ തന്നെ നിലനിർത്താൻ ശ്രമിക്കുന്നു എന്നത് മറ്റു പള്ളികളെപ്പോലെ തന്നെ മിസ്റിലെ മറ്റു സംവിധാനങ്ങളെപ്പോലെ തന്നെ ഈ പള്ളിയിലും നമുക്ക് ദൃശ്യമായി കാണാവുന്നതാണ്. മഹാനായ ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹു അവിടുത്തെ ആ പരിശുദ്ധമായ മഖാമിലേക്ക്, അവിടുത്തെ സവിധത്തിലേക്ക് എത്താൻ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും കൊതിക്കുന്നവർക്കതാ മഖാമ്. സുബ്ഹാനല്ലാഹ്, ആ മഹത്തായ മഖാമിന്റെ അരികിൽ ഒരു വിശ്വാസിയായ മനുഷ്യൻ എത്തിച്ചേരുക എന്നത് ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹുവിന്റെ മഖാം. തൊട്ടടുത്ത ആ പേടകത്തിലുണ്ടായിരുന്നത് മുതലയുടെ നട്ടെല്ലാണ്. കുഞ്ഞിനെ റാഞ്ചിക്കൊണ്ടുപോയ മുതലയെ തിരിച്ചു വിളിച്ച് അതിന്റെ അവശിഷ്ടങ്ങളുമായി ഇന്നും അതിന്റെ ചരിത്രം നമുക്ക് സാക്ഷിയാകുന്നു. ആ പരിശുദ്ധമായ മഖാമിന്റെ സമീപത്ത് തന്നെ ശറഫുദ്ദീൻ മൂസ അബൽ ഇമ്രാൻ എന്ന ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹുവിന്റെ ഇളയ പുത്രൻ ഇപ്പോൾ കണ്ണാടിക്കൂട്ടിൽ കാണുന്നത് റസൂലുള്ളാഹി തങ്ങളുടെ മുൻകൈ പതിഞ്ഞ സ്ഥലമാണ്. അവിടുത്തെ പരിശുദ്ധമായ ആ കഫിന്റെ അടയാളം കൊടുത്തിരിക്കുന്ന സ്ഥലം, വിശാലമായ കുബ്ബയുടെ കീഴെ സൗന്ദര്യവത്തായ ശൈലിയിൽ വിശ്രമിക്കുന്ന ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹുവിന്റെ മഹത്തായ മഖാമ് മനസ്സിൽ മായാതെ മുഅ്മിനീങ്ങൾക്കെന്നും സൂക്ഷിക്കാൻ കഴിയുന്ന അഖ്താബുൽ അർബഅത്തിൽ പ്രധാനപ്പെട്ട ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹുവിന്റെ കേന്ദ്രമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന്റെ തൊട്ടടുത്ത് കണ്ടിരുന്ന മഖാം മൂസ അബുൽ ഇമ്രാൻ ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരന്റേതാണ്. വിശാലമായ പള്ളിക്കകം വളരെയധികം ആകർഷണീയമായ നിലക്ക് സംവിധാനിച്ചിട്ടുണ്ട്. എപ്പോഴും അവിടുത്തെ മദ്ഹ് കീർത്തനങ്ങളും പരിശുദ്ധ ഖുർആന്റെ പാരായണവുമായി നിറഞ്ഞു നിൽക്കാറുള്ള ആ പള്ളി തീർച്ചയായും ഒരു മഹാ ആത്മീയ ചൈതന്യത്തിന്റെ പ്രകടമായ ഉദാഹരണമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹു ദസൂഖിലേക്കും ഒഖുസുറിലേക്കും അസ്വാനിലേക്കും അതുപോലെ ഷാദുൽ ഇമാമിന്റെ അടുത്ത് ഹുമൈസിറ ഇങ്ങനെ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ
കൃത്യമായി കൊണ്ടെത്തിക്കുന്നതിന് അബൂബക്കർ സഖാഫി എന്ന സുഹൃത്ത് ഗൈഡായി എത്തിയത് വളരെയധികം ഉപകാരപ്പെട്ടു എന്നത് ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ഇതിന്റെ സംവിധാനം ഒരുക്കുന്നവർ ഓർമ്മിപ്പിക്കുകയാണ്. ഖുതുബുൽ അഖ്താബ് ഇബ്രാഹിം അദ്ദസൂഖി റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്ത് ആത്മീയ ചൈതന്യത്തിന്റെ മനോഹാരിതയുമായി നമുക്കൊരുമിച്ച് ചേരാനും ഇഴുകിച്ചേരാനും പാരത്രിക ലോകത്ത് അവരുമായി ഒത്തുചേർന്ന് സ്വർഗീയ ആരാമത്തിൽ സംഗമിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖും സൗഭാഗ്യവും നൽകുമാറാകട്ടെ. ആത്മാർത്ഥമായി ദുആയിരക്കുകയാണ്. വിശുദ്ധ ഖുർആൻ ഉല്ലേഖനം ചെയ്യപ്പെട്ട അവിടുത്തെ പരിശുദ്ധമായ ഖുബ്ബയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര പറഞ്ഞാലും വിവരിച്ചാലും മതിയാകാൻ കഴിയാത്ത ആ മഹത്തായ കേന്ദ്രം. ഇടയിൽ കാണുന്ന ആ ഭിത്തിയിൽ വച്ചിരിക്കുന്ന ചെറിയ പെട്ടിക്കകത്താണ് മുതലയുടെ പ്രധാന എല്ല്, അതിന്റെ അവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്നത്. കുഞ്ഞിനെ റാഞ്ചിക്കൊണ്ടുപോയ മുതലയെ തിരിച്ചു വിളിച്ച് കുഞ്ഞിനെ തിരിച്ചു കൊടുക്കാൻ കെൽപ്പുണ്ടായിരുന്ന ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്തിന്റെ പ്രകടമായ ഒരു ലക്ഷ്യമാണ് ഈ കാണുന്ന മുതലയുടെ എല്ല്. മസ്ജിദ് അബുൽ അബ്ബാസ് മുർസി റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്കന്ദരിയ എന്ന സ്ഥലം അബുൽ അബ്ബാസ് മുർസി റളിയല്ലാഹു അൻഹുവിന്റെ പേരുകൊണ്ട് വളരെ പ്രസിദ്ധമായ അലക്സാണ്ട്രിയ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലത്ത് വിശാലമായ പള്ളിക്കകത്ത് വിശ്രമിക്കുന്ന അബുൽ അബ്ബാസ് മുർസി തങ്ങൾ ആ മഹാനുഭാവന്റെ ശിഷ്യന്മാരായ യാഖൂത്തുൽ അർശി റളിയല്ലാഹു അൻഹു, ഇമാം ശറഫുദ്ദീൻ ബൂസൂരി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു, മൂന്നുപേരും അബുൽ അബ്ബാസ് മുർസി തങ്ങളുടെ ശിഷ്യന്മാരാണ്. മൂന്നുപേരും ആവശ്യപ്പെട്ടത് കൊടുത്തുകൊണ്ട് വളരെ പ്രഗത്ഭമായ കറാമത്ത് വെളിവായ അബുൽ അബ്ബാസ് മുർസി റളിയല്ലാഹു അൻഹുവിന്റെ മഹത്തായ മഖാം. അബുൽ അബ്ബാസ് മുർസി റളിയല്ലാഹു അൻഹുവിന്റെ മഖാം അതാണ് നാം കാണുന്നത്. സുബ്ഹാനല്ലാഹ്, രാജാവിനെ പോലെ കഴിഞ്ഞുകൂടുന്ന മഹാനവറുകളുടെ മഖാമിന്റെ അടിത്തട്ടിലേക്ക് നാം യാത്ര ചെയ്യുമ്പോൾ, അഥവാ വരീഹിന്റെ കെട്ടാണ് മുകളിൽ പള്ളിയിൽ കണ്ടത്, അതിന്റെ താഴ്ഭാഗത്തേക്ക് പോകുമ്പോൾ അബുൽ അബ്ബാസ് മുർസി തങ്ങളുടെ കുടുംബത്തിന്റെയും അതുപോലെ ബന്ധപ്പെട്ടവരുടെയും മഖാമുകൾ കാണാം. അഹ്മദ് അബുൽ അബ്ബാസ് മുർസി റളിയല്ലാഹു അൻഹു അൽഹംദുലില്ലാഹ് അവിടുത്തെ രണ്ട് മക്കളുമായി ചേർന്ന് വിശ്രമിക്കുന്ന സ്ഥലം. ذلك تقدير الذي بالله وقدرناه منازل حتى تكل الرجل قدير